ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനം ഹൃദയത്തിൽ ഗ്രഹിച്ചവളാണ് മറിയം. വചനം ഉദരത്തിൽ വഹിച്ചവളാണ് മറിയം. വചനം മനുഷ്യനായി അവതരിക്കാൻ ജീവിതമേകിയവളാണ് മറിയം. ഈശോ എന്ന തിരുനാമത്തിന് ശേഷം ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള നാമമാണ് മറിയം എന്ന നാമം. മറിയം എന്ന നാമത്തിന് വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട്. ഇവയിൽ എന്നെ ഏറ്റവും സ്പർശിച്ച വാക്ക് സമുദ്രതാരം അഥവാ സമുദ്രറാണിയാണ്. ഈ ലോക ജീവിതമാകുന്ന സാഗരത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളുമാകുന്ന തിരമാലകളും കൊടുങ്കാറ്റും ആഞ്ഞടിക്കുമ്പോൾ ജീവിത നൗക മുങ്ങിത്താഴാതെ സമുദ്രറാണിയായി, സമുദ്രതാരമായി, ധ്രുവനക്ഷത്രമായി നമ്മളെ കൈപിടിച്ചുയർത്തി സ്വർഗീയ തുറമുഖത്തേക്ക് ആനയിക്കുന്നവളാണ് മറിയം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഈശോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മയോട്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകനെന്നും യോഹന്നാനോട്, ഇതാ നിൻ്റെ അമ്മയെന്നും അരുൾ ചെയ്തു. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഇവിടെ ഈശോ മറിയത്തെ സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും അമ്മയാണ് മറിയമെന്ന വിശ്വാസ സത്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഈശോ നമുക്ക് നൽകിയ കുരിശിലെ സ്നേഹ സമ്മാനമാണ് മറിയം. അമ്മയെന്ന പദത്തേക്കാൾ സുന്ദരമായ ഒരു വാക്ക് ഈ ലോകത്തിലില്ല. നമുക്ക് ജന്മം നൽകിയ അമ്മ നമ്മെ ശാരീരികമായി സംരക്ഷിക്കുകയും പരിപോഷിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ ആത്മീയതയിലേക്ക് വളർത്തുകയാണ് ചെയ്യുന്നത്. ലോകത്തിലുള്ള എല്ലാ അമ്മമാരുടെയും സ്നേഹം ഒരുമിച്ച് കൂട്ടിയാലും പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തോട് തുലനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയില്ല. വിശുദ്ധ ബെനവന്തുരോ പറയുന്നത് പോലെ, ഈ ലോകത്തേക്കാൾ സുന്ദരമായ പല ലോകങ്ങളെയും ദൈവത്തിന് സൃഷ്ടിക്കുവാൻ സാധിക്കും. പക്ഷേ മറിയത്തെ പോലെ ഒരു അമ്മയെ വീണ്ടും സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ ജോൺ വിയാനിയും വിശുദ്ധ അൽഫോൻസ അമ്മയും പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയായി തങ്ങളുടെ ബാല്യകാലത്തിൽ തന്നെ സ്വീകരിച്ചവരാണ്. മറിയം ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന കോണിയാണ്. മറിയത്തിലൂടെ ഈശോയിലേക്കെന്ന ആപ്തവാക്യം ഇതാണ് സൂചിപ്പിക്കുന്നത്. പാപികളായ മനുഷ്യരെ പശ്ചാത്തലത്തിലേക്ക് നയിച്ച് ഈശോയുടെ അടുത്തേക്ക് എത്തിക്കുക എന്ന മഹനീയമായ കൃത്യമാണ് മറിയം ഇതിലൂടെ നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് മറിയത്തെ നമ്മൾ സ്വർഗരാജ്ഞി, സ്വർഗത്തിൻ്റെ വാതിൽ എന്ന് വിളിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ ആ പരിചാരകരോട് അരുൾ ചെയ്തപ്പോൾ നമ്മുടെ ലൗകിക ആവശ്യങ്ങൾ നാം അറിയുന്നതിന് മുമ്പ് മനസ്സിലാക്കി തൻ്റെ പ്രിയസുതനോട് മധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ട ആവശ്യങ്ങൾ ഈശോയിൽ നിന്ന് വാങ്ങിത്തരുന്ന സ്നേഹമയിയായ അമ്മയാണ് മറിയം. വെളിപാട് പുസ്തകത്തിൽ 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സൂര്യനെ ഉടയാടയാക്കിയവൾ, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ, നക്ഷത്രങ്ങളെ കിരീടമാക്കിയവൾ, നരകസർപ്പത്തിൻ്റെ തലയെ തകർത്തവൾ, നാരകീയ ശക്തികളുടെയും പൈശാചിക ശക്തികളുടെയും മേൽ നമ്മൾക്ക് വിജയം നൽകുവാനായി പരിശുദ്ധ അമ്മ നമ്മൾക്ക് നൽകിയ വജ്രായുധമാണ് ജപമാല. നമ്മുടെ അനുദിന ജീവിതത്തിൽ ജപമാല അർപ്പിച്ചുകൊണ്ട് നമുക്ക് ജപമാല രാജ്ഞിയെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും മധ്യസ്ഥം നമുക്ക് തേടാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. ഈ മെയ് മാസം ഒരനുഗ്രഹത്തിൻ്റെ മാസമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആമേൻ.